അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയൊരു എപ്പിസോഡും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ആദിലയും നൂറയും സെപ്പറേറ്റ് ചെയ്തു, അതാണ് മെയിൻ വിഷയം. അപ്പോൾ അവരെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവരോട് പറഞ്ഞിരുന്നത് അവർ ഒറ്റൊരു കണ്ടസ്റ്റൻ്റ് ആണ്, അവർ രണ്ടുപേരും കൂടി ചേർന്നത് ഒറ്റൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചിരുന്നത്. എന്നിട്ട് ഇപ്പോൾ പറയുന്ന അവർ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻസ് ആണെന്ന്. അപ്പോൾ ഇത് മനഃപൂർവ്വം അവരെ തമ്മിൽ പിരിക്കാൻ വേണ്ടി ബിഗ് ബോസ് ചെയ്യുന്നൊരു കളിയാണോ എന്ന് പുറമേ ഒരു സംസാരം അങ്ങനെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണല്ലേ, രണ്ടുപേരും ഒന്ന് പിരിച്ച് രണ്ട് വഴിക്കാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ഗെയിമാണത്. അവർ രണ്ടുപേരും നോമിനേഷനിലുണ്ട്. അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ പോയാലും രണ്ടുപേരും ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ പിരിഞ്ഞ് തന്നെ ഇരിക്കണം. പിന്നീട് അങ്ങോട്ട് എങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു ബിഗ് ബോസിൻ്റെ കളി പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുത്തതാണ്. അങ്ങനെ നമ്മുടെ നിവിനും ജിസയിലും ആണ് സ്വേച്ഛാധിപതികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന റൈറ്റ്സ് എന്ന് പറയുന്നത് അവർക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ പണിപ്പുര. അപ്പോൾ അത്രയും റൈറ്റുള്ള, അത്രയും അധികാരമുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ രണ്ട് സ്വേച്ഛാധിപതികൾ. പിന്നെ അവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ടും അനുമോളാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭരിക്കുന്നത്. ഇപ്പോൾ അനുമോളിന് ഈഗോ കയറി തലക്ക് പിടിച്ചിട്ട് അവർ പറയുന്നതാണ് അവിടുത്തെ നിയമം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിവിൻ വന്നിട്ട് ഒരാളെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആക്കാം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ അവിടെ ഒരാളെ നിർത്തിയായിരുന്നു. റെന ഫാത്തിമ ആയതുകൊണ്ടാണോ അറിയില്ല, അനുമോൾക്ക് ഈഗോ ഹേർട്ടായി. അനുമോൾ അതിന് ഒരുമാതിരി റിയാക്ഷൻസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ചെവി കൊള്ളാതെ റിപ്പീറ്റായിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ അത് കുറേ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ക്യാപ്റ്റൻ്റെ സംസാരം പോലും ചെവി കൊള്ളാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. ലാസ്റ്റ് പുള്ളിയുടെ കയ്യിൽ നിന്നും പോയി. ശൈത്യമൊക്കെ എന്തിനാണ് കരഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ അവിടെ നിന്നിട്ട് അവരുടെ പ്രേക്ഷക എന്നുള്ള രീതിയിലാണ് ശൈത്യമൊക്കെ നിൽക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് ആ കാര്യങ്ങളൊന്നും മനസ്സിലാവാണ്ടാണ് നിൽക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അനുവാണ് അതിൻ്റെ മെയിൻ റീസൺ. ആ ഒരു അവിടുത്തെ വഴക്കിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അനുവാണ്. അനുവിൻ്റെ ഈഗോ കാരണം വേറൊരാളെ കൂടെ നിർത്തി ജോലി ചെയ്യിപ്പിക്കാൻ അനുവിന് താല്പര്യമില്ല. ആ ഒരു ഈഗോ കാരണമാണ് ബാക്കിയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് അനുവും ശൈത്യം കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അനു പറയുന്നുണ്ട്, എന്നെ അവർ പലതും പറഞ്ഞിട്ട് ഞാനത് സഹിച്ച് നിന്നു എന്ന്. പക്ഷേ കണ്ടു നിൽക്കുന്ന നമുക്ക് പ്രേക്ഷകർക്ക് അങ്ങനെയല്ല. ഇത് കേട്ടിട്ട് നമ്മുടെ ക്യാപ്റ്റൻ അനുമോളെ ആ ഒരു ടീമിൽ നിന്ന് മാറ്റാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അനുമോൾ ബിഗ് ബോസ് പറയാതെ പോവില്ല, ഞാനിവിടെ തന്നെ നിൽക്കുള്ളൂ എന്നുള്ള രീതിയിലാണ്. അടുത്ത ആഴ്ച അനുമോളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അനുമോളിൻ്റെ ഗെയിം നല്ല രീതിക്ക് അത് ബാധിക്കാൻ ചാൻസ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങോട്ട് എങ്ങനെയാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈ.